പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നയനയ്ക്കും മുത്തശ്ശനും ദേവേനിക്കും മാത്രമേ ആദർശ് അവിടെ വന്നിട്ടുള്ള കാര്യം അറിയത്തുള്ളൂ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ അവിടെ അങ്ങനെ ഒളിച്ചൊക്കെ താമസിക്കുന്നുണ്ട് ട്ടോ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിലും അഭിയും ജലജയാണെങ്കിലൊക്കെ ഇങ്ങനെ ഓരോ പ്ലാനുകൾ വീണ്ടും ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിന്നൊക്കെ നമ്മൾ ആദർശ് കേൾക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നവ്യാണെങ്കിലും ഇവരെ കൂടി തന്നെ ആദർശിനെയൊക്കെ കുറ്റം പറയുന്നതൊക്കെ ആണെങ്കിലും നമ്മൾ ആദർശാണെങ്കിലും നേരിട്ടൊക്കെ കേൾക്കുന്നുണ്ട്, കേട്ട് ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ടാണെങ്കിലും വീണ്ടും വീണ്ടും ഇവരിങ്ങനെ ഓരോ ഗൂഢാലോചനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മൾ അഭിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ആദർശിനെയും നയനയുടെയും കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദർശനാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അഭി പറയുന്നുണ്ട്, എന്തായാലും കുഞ്ഞിനെയും ഇല്ലാതാക്കണം, അനന്തപുരി തറവാടും ആണെങ്കിലും നശിപ്പിച്ച് കളയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഇവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എം ജ്വല്ലറി ആയിട്ടൊക്കെ കൂട്ടുകൂടി നിൽക്കുന്നത്. നമ്മൾ നവ്യയാണെങ്കിൽ പരസ്യത്തിലൊക്കെ അഭിനയിക്കാനൊക്കെ ഞാനൊക്കെ സമ്മതിച്ച് അവൾ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിടുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കാണെങ്കിലും ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഇവനെ ഇനി വെറുതെ വിട്ടിട്ട് കാര്യമല്ല, ഇവനെ പോട്ടെന്ന് പറഞ്ഞ് വെറുതെ വിടുമ്പോൾ ഇവനാണെങ്കിൽ അഹങ്കാരം ഇവൻ കൂടുന്നതേ അല്ലേ ഉള്ളെന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇതാക്കുന്നുണ്ട് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ നവ്യയെടുത്ത് തന്നെ ഇതെല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട് നവ്യയെ കൊണ്ട് തന്നെ ഇവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കണമെന്നൊക്കെയുള്ള ഒരു തീരുമാനമൊക്കെ നമ്മൾ ആദർശം എടുക്കുന്നുണ്ട്. നമ്മൾ ആദർശമാണെങ്കിൽ പിന്നെ നേരെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പോയി നമ്മൾ ദേവ്യാനി അടുത്താണെങ്കിലും നയനി അടുത്താണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അവരാണെങ്കിലും റൂമിൽ ആരും കാണാതെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, അമ്മേ എന്തായാലും ജലജാനിയും അഭിയും സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ട്, പക്ഷേ ഒരു കുഞ്ഞിനെയൊക്കെ ഇല്ലാതാക്കണമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണെങ്കിൽ ദേഷ്യം വന്നിട്ടാണെങ്കിൽ അമ്മ അവരെ ഉടുപ്പിൻ്റെ കുത്തിന് പിടിച്ച് അവനിക്ക് രണ്ട് കൊടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ദേവേനെ പറയുന്നത്, എന്തായാലും മോന് കുറച്ചും കൂടെ ക്ഷമിക്കും, ഇവർ എവിടം വരെ പോകുന്നതൊക്കെ നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ നവ്യാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതിപ്പോൾ ആരുടെ അടുത്ത് ഇവർ സംസാരിക്കുന്നത്, ഒരാണിൻ്റെ സ്വരമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇതാരായിരിക്കും ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെ വന്ന് സംസാരിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ചിന്ത നമ്മൾ നവ്യയുടെ മനസ്സിലും പോകുന്നുണ്ട്. അങ്ങനെ നവ്യാണെങ്കിൽ ഡോറിന് മുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ ഡോറിന് മുട്ടുന്ന സൗണ്ട് കേട്ടാണെങ്കിൽ നമ്മൾ ആദർശാണെങ്കിൽ ഒന്ന് പേടിച്ചിട്ടാണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, ഞാനിവിടെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് മറിഞ്ഞ് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആദർശം അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. നമ്മൾ നവ്യാണെങ്കിൽ ഇങ്ങനെ ഡോറിന് മുട്ടുന്ന സമയത്താണ് നമ്മൾ ദേവേനെയൊക്കെ പോയി ഡോർ തുറന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നവ്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്നൊരിക്കും ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ ആരും സൗണ്ടാണ് കേട്ടത്, ഇവിടെ ആണുങ്ങളെ സൗണ്ടൊക്കെ കേട്ടല്ലോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ അപ്പം ദേവേനി പറയുന്നത്, ആണ്ടി ഞങ്ങളെ കാണാൻ വേണ്ടി പുറത്തുനിന്ന് ആണുങ്ങൾ ഇവിടെ വന്ന് എന്തായാലും നിനക്ക് കാണുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നവ്യയൊക്കെയാണെങ്കിൽ ഒന്നും മിണ്ടുന്നതും ഇല്ല. അങ്ങനെ നവ്യയാണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞൊക്കെ വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ വീണ്ടും ഒരു ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് അവർ സംസാരിക്കുന്നു. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ നേരെ ജലജയടുത്തോട്ട് പോയിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, ഇതൊക്കെ ആ റൂമിലാണെങ്കിൽ ആണുങ്ങളെ സൗണ്ടൊക്കെ കേട്ടെന്നൊക്കെ പറയുന്ന സമയത്താണ് ജലജ പറയുന്നുണ്ട്, ഈ സമയത്ത് ഇനിയിപ്പോൾ ആര് വരാൻ, അവിടെ അങ്ങനെ ആരും ആണുങ്ങളൊന്നും വരത്തില്ലല്ലോ, അപ്പോൾ എന്തായാലും അമ്മായിയമ്മയും മരുമകളും കൂടെയല്ലേ അവിടെ കിടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അമ്മായിയമ്മ എന്തായാലും ആ ഗണത്തിലൊന്നും പെട്ടതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം, അതൊക്കെ പോട്ടെ, ചിലപ്പോൾ അവർ ഫോണിലൊക്കെ എന്തെങ്കിലും സൗണ്ട് വെച്ചതായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ നവ്യ വീണ്ടും പറയുന്നുണ്ട്, അല്ല അവിടെ ആണുങ്ങൾ സൗണ്ട് ഞാൻ കേട്ടതാണെന്നൊക്കെ ഇങ്ങനെ നവ്യ ഉറപ്പിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിലും നമ്മൾ അഭിയും ജലജ ഇത് തന്നെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നാനിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നൊക്കെ. അങ്ങനെ സഹി കെട്ടിട്ടാണെങ്കിലും നമ്മൾ ആദർശമാണെങ്കിലും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ചെന്നിട്ടാണെങ്കിലും അഭിയുടെ ഉടുപ്പിന് കയറി കുത്തി പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ്, നീ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ നീ നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ കുത്തിക്കയറി ഉടുപ്പിന് പിടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും അഭിയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിന്നിട്ട് പറയുന്നത്, നിങ്ങൾ ജയിലിലായിരുന്നല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്ന് ആദർശമായിട്ടാന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, അതേട്ടാ ഞാൻ ജയിലിലായിരുന്നു, നീ എന്നെ ജയിലിലൊക്കെ ആക്കാൻ വേണ്ടി ഒരുപാടൊക്കെ ശ്രമിച്ചില്ലേ, അങ്ങനെ നീ പിന്നെ അതുപോലെ തന്നെ നിനക്ക് അനന്തപുരി തറവാടാണെങ്കിൽ നിനക്ക് നശിപ്പിച്ച് കളയണം അല്ലേടാ, നിനക്ക് അതുകൊണ്ട് നീ എം ജ്വല്ലറി ആയിട്ട് നീ കൂട്ടുകെട്ടി നീ ആണെങ്കിൽ എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ നീ നോക്കുമായിരുന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയുന്നത് കേട്ടാണെങ്കിൽ അഭിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ ആദർശ് പറയുന്നുണ്ട്, നീ ഇവിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഞാനിവിടെ കേട്ടോണ്ടിരുന്നില്ല, ഞാൻ കുറച്ച് ദിവസമായി ഞാൻ ഇവിടെ എത്തിയിട്ട്, ഞാനാണെങ്കിൽ ഇവിടെ ഒളിച്ച് തന്നെ താമസിക്കുമായിരുന്നു, നിൻ്റെയൊക്കെ ഗൂഢാലോചന എന്താണെന്ന് അറിയാൻ വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സഹി കെട്ടിട്ടാണെങ്കിൽ നമ്മൾ ആദർശമാണെങ്കിൽ നവ്യടുത്ത് പറയുന്നുണ്ട്, നീയും ഇതിനെയൊക്കെ കൂട്ട് നിൽക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല നവ്യ, നീ അത്രയ്ക്കും അങ്ങ് മോശമായി പോയെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ആദർശിനെ സഹി കേട്ടിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇനി എല്ലാ കാര്യങ്ങളും അറിയണമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ആദർശമാണെങ്കിൽ അഭി ചെയ്ത കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ ചന്തമോളുടെ അച്ഛനാണെന്നുള്ള കാര്യം ഒഴിച്ചിട്ട് ബാക്കിയാണെങ്കിൽ ദുബായിലാണെങ്കിൽ അഭിയാണെങ്കിൽ ആദർശിനെ കൊടുക്കാൻ നോക്കിയതും കള്ളക്കടത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ ആദർശിനെ അവിടെ ജയിലിലാക്കാൻ നോക്കിയതും അതുകൊണ്ട് തന്നെ എം ജ്വല്ലറി ആയിട്ട് കൂട്ടി നിന്നിട്ടാണെങ്കിൽ അനന്തപുരി തറവാടാണെങ്കിൽ നശിപ്പിക്കാൻ നോക്കിയ കാര്യങ്ങളെല്ലാം ആണെങ്കിൽ നമ്മൾ ആദർശമാണെങ്കിൽ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട്, അതിപ്പോൾ എങ്ങനെ ചെയ്യാതിരിക്കും ആദർശേട്ടാ നിങ്ങൾക്ക് ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ആ രീതിയിലല്ലേ ഇവിടെ അഭിയാണെങ്കിൽ ഇട്ട് കഷ്ടപ്പെടുത്തുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്, അപ്പോൾ പിന്നെ അവനിക്കും തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നുമല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നവ്യാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ശരി, ഇവൻ ചെയ്ത വേറെ കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നീ തന്നെ ഇവനെ ഇവിടുന്ന് അടിച്ച് പുറത്തിറക്കും. പക്ഷേ അത് ഞാൻ നിൻ്റെ അടുത്ത് ഞാൻ പറയും. പക്ഷേ അത് ഇപ്പോഴല്ല, ഞാൻ ഇവനെ ജയിലിൽ അടയ്ക്കുന്നൊരു സമയം വരും. ആ സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നിൻ്റെ അടുത്ത് പറയും. അതിന് മുമ്പ് തന്നെ നീ അറിയണം എല്ലാ കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ആദർശാണെങ്കിൽ അവിടുന്ന് റൂമിൽ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ജലജ ചോദിക്കുന്നുണ്ട്, എടാ നീയല്ലേടാ പറഞ്ഞത് ഇവന് ജയിലിലാണ് എന്നൊക്കെ പറഞ്ഞത്, പിന്നെ ഇപ്പം എന്താ ഇവൻ ഇവിടെ എന്ന് എത്തിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അബിക്കുവാണെങ്കിലും അറിയത്തില്ലല്ലോ എപ്പോഴാണ് നമ്മൾ ആദർശം അവിടെ എത്തിയത് എന്നുള്ള കാര്യമാണെങ്കിലും അബിക്കും അറിയത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ജലജ പറയുന്നുണ്ട്, എന്തായാലും നിന്നെ വിശ്വസിച്ച് നിൽക്കുന്നത് ഞങ്ങളാണ് മണ്ടത്തികളെന്നൊക്കെ പറയുന്നിട്ട് നമ്മൾ അബിയാണെങ്കിൽ ജലജയാണെങ്കിൽ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.